ഒടുവിൽ ഹെസൂസ് ഹിമിനസും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ ഒരു സംഭവം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പൊങ്കാലയൊന്നും കമന്റ് ബോക്സിൽ കിട്ടാതിരിക്കാനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് എണ്ണീച്ച് കണ്ടവർക്കൊക്കെ ഇത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഹെസൂസ് ഹിമിനസിന് ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉള്ള പ്ലെയറാണ്. ഇപ്പം 4 വിദേശ താരങ്ങൾ ലൂണ, നോവ, ലഗാത്തോർ, ഹെസൂസ് ഹിമിനസ് ഈ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു വാർത്തകളായിട്ടൊക്കെ പുറത്തേക്ക് വന്നിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്ലെയർ ആയിരുന്നു ഹെസൂസ് ഹിമിനസ് എന്ന് പറഞ്ഞാൽ 31 ഇയർ ഓൾഡ് സ്ട്രൈക്കറായിട്ടുള്ള താരം. പക്ഷേ ഹെസൂസ് ഹിമിനസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു. ലാസ്റ്റ് സീസണിൽ ISL 18 മത്സരങ്ങൾ കളിച്ച് 11 ഗോൾസ് സ്കോർ ചെയ്ത് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള ലാസ്റ്റ് സീസണിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോറിനർ ആരാണ്, അല്ലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയായിരുന്നു ഹെസൂസ് ഹിമിനസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൂപ്പർ കപ്പിലെ പെർഫോമൻസ് അത്ര ഇംപ്രസീവ് അല്ലായിരുന്നു, മോശമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കണ്ടതല്ല സിറ്റേഴ്സൊക്കെ മിസ്സാകുന്ന ഒരു പ്ലെയർ എന്ന നിലയിൽ. പക്ഷേ അത് നമുക്ക് സൂപ്പർ കപ്പിൽ കാണേണ്ടി വന്നു. അത് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ അണ്ടറിലുള്ള പുതിയ മത്സരം, അതായത് അദ്ദേഹം വന്നതിന് ശേഷമുള്ള ആദ്യ മത്സരങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പം കോച്ച് അത്ര ഇമ്പ്രസ്ഡ് അല്ല എന്നൊക്കെ ഉള്ളത് വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ISL ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ അദ്ദേഹം നിലനിൽക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എനിവേ അദ്ദേഹത്തിന് മറ്റൊരു ക്ലബ്ബ് ഇപ്പോൾ തന്നെ കിട്ടുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ സംഭവിക്കുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതാണ്. അതും ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം ബ്രൂക്ക് ബെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പോളിഷ് ക്ലബ്ബാണ്, പോളിഷ് ടോപ്പ് ടയറിൽ കളിക്കാൻ പോകുന്ന ഒരു ക്ലബ്ബാണ് എന്ന് പറയുന്നതാണ് ഇതിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ സ്നേഹിക്കുന്നവർക്കും ഒന്നും മറ്റൊരു കാരണമോ അല്ലെ ന്യായീകരണമോ കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടില്ല. ഒന്നാമത്തേത് അദ്ദേഹത്തിന് യൂറോപ്പിൽ നിന്നൊരു വലിയ ഓഫർ വന്നു, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം പറയാം. 2 ISLൻ്റെ അൺസർട്ടനിറ്റി സിറ്റുവേഷൻ ആണുള്ളത്, അതുകൊണ്ട് പ്ലെയറിന് തുടരാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടു. ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സുഖമായിട്ട് പറയാം. അതിൻ്റെ ഒരു ചെറിയ സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ ഇദ്ദേഹം ഈ ഒരു പോളിഷ് ക്ലബിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം പോളിഷ് ക്ലബിലേക്ക് പ്രൊമോട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഈ ബ്രൂക്ക് ബെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബ്. ഓൾറെഡി പോളിഷ് ലീഗിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ്. ഗോർണിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം നിരവധി സീസണുകൾ കളിച്ചിട്ടുണ്ട്. അതിൽ 121 മത്സരങ്ങൾ കളിച്ചിട്ട് 37 ഗോളും 9 അസിസ്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹെസൂസിനെ പറ്റി പറയുന്ന സമയത്ത് വളരെ വൈകിയ വേളയിൽ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. സീസൺ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപാണ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടീമുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ആകുമെന്നുള്ള സംശയങ്ങളൊക്കെ മാറ്റിമറിച്ചിട്ടുള്ള പ്ലെയറാണ്. കാരണം പല പ്ലേയേഴ്സും അവസാനം വന്നിട്ട് ടീമുമായിട്ട് സെറ്റാക്കാനൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ടീമുമായിട്ട് അഡാപ്റ്റായി ഗോളുകൾ കണ്ടെത്തുന്നതൊക്കെ ഒരു സാഹചര്യം നമുക്ക് വളരെ ഇമ്പ്രസീവായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിനേക്കാൾ കുറച്ചും കൂടി പുറന്നോട്ട് ഇറങ്ങി വന്ന് ടീമിൻ്റെ ബിൽഡപ്പിലൊക്കെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ആ ഒരു രീതിയിലൊക്കെയുള്ള പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചത്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തെ എത്രമേൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഡൗട്ട്ഫുള്ളായിരുന്നു. അതിന് ഒരു വേദിയാകും അടുത്ത സീസൺ എന്നൊക്കെ വരുന്ന സമയത്ത് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിന് നമുക്ക് വിധിയില്ല. ഗൈസ്, എന്താണെങ്കിലും ഇനി പുതിയ സ്ട്രൈക്കർ ആരാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ചാണക്യതന്ത്രം നമുക്കറിയാവുന്നതാണല്ലോ. സീസൺ തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് അവരിങ്ങെത്തും. ഇനി ഹെസൂസിനെ പോലത്തെ ടീമുമായിട്ട് സെറ്റാകുമോ എന്നുള്ള കാര്യമൊന്നും ആരും ചോദിക്കരുത്. അത് ചാണക്യതന്ത്രം തന്നെയാണ്. പിന്നെ നമുക്കിങ്ങനത്തെ നല്ല സ്ട്രൈക്കേഴ്സ് വന്നിട്ട് പോകുന്നൊരു കാഴ്ച സ്ഥിരമാണല്ലോ. ഇപ്പോൾ ഒഗ്ബെച്ചെ വന്നു, ടോപ്പ് സ്കോററായി വന്നു, അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചില്ല. അൽവാറോ ഡയസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു കോംബോയെ കിട്ടി, റിട്ടേൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഡയമണ്ട് ഡക്കോസ് ഗോൾഡൻ ബൂട്ട് അടിക്കുന്നു, അടുത്ത സീസണിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്നു. അതിനുശേഷം വരുന്ന ഹെസൂസ് ഹിമിനസിൻ്റെ കാര്യവും സെയിം ഓൾഡ് സ്റ്റോറി എന്നുള്ളതാണ്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയാണ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാണിക്കും. സെനിങ് ഓഫ്.